ഹായ് ഹലോ വെൽക്കം ടു എംഫി ട്രാവ്. ഇന്ന് നമ്മൾ ഒമാനിലെ ലൈവ്ലി സ്പോട്ടിൽ ഒന്നായ മത്രാസോക്കും കോർണിഷും എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ബാ. ഒമാനിലെ മനോഹര തീരത്തോട് ചേർന്നൊരു സ്വപ്നയാത്രയാണ് ഇന്ന് നമ്മുടേത്. മത്ര കോർണിഷ്. മസ്കറ്റ് നഗരത്തിലെ ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണിത്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോർണിഷ് പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പാരമ്പര്യവും ഒന്നിച്ചു ചേർന്ന ഒരു അതുല്യ സ്ഥലമാണ്. ഇത് മസ്കറ്റിനടുത്തുള്ള ഒരു പഴയ തുറമുഖ നഗരം കൂടിയാണ്. കടലിൻ്റെയും മലകളുടെയും ഇടയിൽ നീളുന്ന മനോഹര പാതയാണ് ഇവിടെ ഉള്ളത്. ലോകത്തിൽ തന്നെ വലിയതും ആഡംബരപൂർണമായ രാജകീയ കപ്പലുകളിലൊന്നാണ് ഇത്. 2008 ജർമ്മനിയിലുള്ള ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഏകദേശം 155 മീറ്റർ നീളമുള്ള ഈ കപ്പലിൽ 150 പരം ക്രൂ മെമ്പേഴ്സ് ജോലി ചെയ്യുന്നു. നിരവധി ഹോളുകൾ, റൂമുകൾ, ഹോസ്പിറ്റൽ, ഹെലിപ്പാഡ് എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു. ഒരു മനോഹരമായ കടൽത്തീര റോഡാണിത്. മത്ര എന്ന പഴയ തുറമുഖ നഗരത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഒരു വശം കടലും മറുവശത്ത് പഴയ അറേബ്യൻ രീതിയിലുള്ള കെട്ടിടങ്ങളും ചെറുകടകളും ചായക്കടകളും പള്ളിമിനാറുകളും എന്നിവയാണ് ഇത് സുന്ദരമാക്കുന്നത്. നടക്കാനായി വിശാലമായ പാതകൾ, വിശ്രമത്തിനായി ഇരിപ്പിടങ്ങൾ, പാർക്കുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുമ്പോൾ ഒരുപാട് മനോഹര കാഴ്ചകൾ കണ്ടു നടക്കാവുന്നതാണ്. മത്ര കോർണിഷ് റോഡ് അത്രയും പ്രത്യേകത നിറഞ്ഞ ഒരു റോഡാണ്. കാരണം ഒരേ സമയം മസ്കറ്റിൻ്റെ ചരിത്രവും സൗന്ദര്യവും കടലിൻ്റെ ശാന്തതയും കൂടി ചെയ്ത്. ഈ കാണുന്നതാണ് മത്ര സൂക്ക്. മത്ര സൂക്ക് ഒമാനിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഒരു വിപണിയാണ്. സൂക്ക് എന്നത് അറബിക് പദത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് എന്നാണ്. വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് ശേഷം, ഈ സൂക്ക് കൂടുതൽ സജീവമാകുന്നു. വിളക്കുകളുടെ വെളിച്ചത്തിൽ വഴികൾ തിളങ്ങുകയും ജനങ്ങൾ നിറയുകയും ഒരു ഉത്സവ അന്തരീക്ഷം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇടുങ്ങിയ വഴിയിലൂടെ നീളുന്ന ചെറിയ കടകളാണ് സൂക്കിൻ്റെ പ്രധാന സവിശേഷതകൾ. പഴയകാല അറബി മാർക്കറ്റുകളുടെ രൂപം ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. മത്ര സൂക്ക് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒന്നാണ്. മത്ര സൂക്ക് ഒമാനിൻ്റെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം എന്നിവയുടെ ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒമാൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഈ മത്ര സൂക്ക്. ഒമാനിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഹസ്തകലാ വസ്തുക്കൾ, വിവിധ തരത്തിലുള്ള അത്തർ, ബഖൂർ തുടങ്ങിയ സുഗന്ധവർഗ്ഗങ്ങൾ എന്നിവയാണ് ഇവിടെ നിന്നും വാങ്ങാൻ കഴിയുന്നത്. ഇവിടെയുള്ള കടക്കാരിൽ പലരും തലമുറകളാൽ ഈ വിപണിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. വിലപേശൽ സൂക്കിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. വില ചോദിക്കൽ മടിക്കേണ്ടതില്ല. വിലപേശൽ ഒരു സംസ്കാരം കൂടിയാണ് ഇവിടെ. അതിനുമപ്പുറം മുകളിലായി കെട്ടിയ മരം മേഞ്ഞ കുടപ്പുരകൾ സൂര്യപ്രകാശം തടയുന്നതിനാൽ കുളിർമയുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണുന്നത്. സൂക്കിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ സൂക്ക് ഉണ്ടാകാറുള്ളൂ. സാധാരണയായി ഒമാനിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും മത്ര സൂക്ക് കാണാതെ തിരിച്ചു പോകാറില്ല. കാരണം അത് ഒമാനിൻ്റെ സംസ്കാരവും പരമ്പരാഗത ജീവിതശൈലിയും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ്. യാത്രകൾ തുടരുകയാണ്. ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.